നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളാണ്. ഒരു ഗവൺമെൻറ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ ഫാക്റ്റുകളും ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇന്ത്യ സ്വാതന്ത്ര്യമായത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ജനഗണമന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ജനഗണമന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ ഭാരതം അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. സിംഹമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. സിംഹമുദ്ര എടുത്തിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. 1957 മാർച്ച് 22-നാണ് ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത്. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ചത് 1963. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത് 1972. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. 1972-ൽ ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചു. ഇന്ത്യയുടെ കരയതിർത്തി വരുന്നത് 15,106.7 കിലോമീറ്ററാണ്. 15,200 ശരി ഉത്തരം തന്നെയാണ്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി 7,516.6 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3,214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2,933. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3,214. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2,933. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ജില്ല നാഗ്പൂർ. മഹാരാഷ്ട്രയിലെ നാഗ്പൂറാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ജില്ല. ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ചത് 2008 നവംബർ 4. ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിനെ അംഗീകരിച്ചത് 2009 ഒക്ടോബറിലാണ്. ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ചത് 2010 ഒക്ടോബറിലാണ്. രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം? 2.42%. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം? 17.5%. 2016-ൽ സർക്കാർ ജോലികൾക്ക് 35% വനിതാ സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. ഇനി വരുന്നത് ദേശീയ ചിഹ്നങ്ങളാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗീതം വന്ദേ ഭാരതം. ദേശീയ ഭാഷ വരുന്നത് ഹിന്ദി. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ദേശീയ പക്ഷി മയില്. ദേശീയ മൃഗം കടുവ. ദേശീയ പൈതൃക ജീവി ആന. ദേശീയ ജലജീവി വരുന്നത് ഗംഗ ഡോൾഫിൻ. ദേശീയ ഫലം മാങ്ങ. ദേശീയ പുഷ്പം താമര. ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ദേശീയ കായിക വിനോദം ഹോക്കി. ദേശീയ മത്സ്യം ഐക്കൂറ. ദേശീയ നദി ഗംഗാ നദി. ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും. ആന്ധ്രാപ്രദേശ് അമരാവതി. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. ആസാം ദിസ്പൂർ. മിസോറാം ഐസ്വാൾ. മണിപ്പൂർ വരുന്നത് ഇംഫാൽ. മേഘാലയ ഷില്ലോങ്. നാഗാലാൻഡ് കോഹിമ. ത്രിപുര അഗർത്തല. ബീഹാർ പാട്ന. ഛത്തീസ്ഗഡ് വരുന്നത് റായ്പൂർ. ഗോവ പനാജി. ഗുജറാത്ത് ഗാന്ധിനഗർ. ഹരിയാന ചണ്ഡിഗഡ്. ഹിമാചൽ പ്രദേശ് സിംല.
ജാർഖണ്ഡ് വരുന്നത് റാഞ്ചി, കർണാടക ബാംഗ്ലൂര്, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചണ്ഡീഗഡ്. അപ്പോൾ 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ട് വരുന്നതാണ് ചണ്ഡീഗഡ്, പഞ്ചാബ്, ഹരിയാന. രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം ഗാംഗ്ടോക്ക്, തമിഴ്നാട് ചെന്നൈ, കേരളം തിരുവനന്തപുരം. ഉത്തർപ്രദേശ് ലക്നൗ, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, പശ്ചിമ ബംഗാൾ കൊൽക്കത്ത, തെലുങ്കാന ഹൈദരാബാദ്. ലോക വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്ര, 1953. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത്. അടുത്തത് സ്ത്രീ പുരുഷ അനുപാതം. ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം വരുന്നത് 943:1000. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം കേരള. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ സംസ്ഥാനം ഹരിയാന. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം പോണ്ടിച്ചേരി. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു. ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാറാണ്. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി. ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹി. ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ജനസാന്ദ്രത കൂടിയ ജില്ല മുംബൈ സിറ്റി, മഹാരാഷ്ട്ര. ജനസാന്ദ്രത കൂടിയ ജില്ല മുംബൈ സിറ്റി. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ലേ, ജമ്മു കാശ്മീർ. ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 1. ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 68.3. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം മൽജഗിരി. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക്, ഡൽഹി. ലോകത്തിലെ ഏറ്റവും അധികം ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും അധികം ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. 2016 ജെയിൻസ് ഡിഫൻസ് ബഡ്ജറ്റ്സ് റിപ്പോർട്ട് പ്രകാരം പ്രതിരോധ മേഖലയിൽ പണം ചെലവാക്കുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം 4. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച്, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി, പുതുച്ചേരി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച്, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി, പുതുച്ചേരി. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ. സാക്ഷരത കൂടിയ ജില്ല സെർച്ചിപ്പ്, മിസോറാം. സാക്ഷരത കുറഞ്ഞ ജില്ല അലിരാജ്പൂർ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിലുള്ള പട്ടികജാതിക്കാർ 16.6%. ഇന്ത്യൻ ഭൂവിസ്തൃതിയിലുള്ള വനം 24.39%. ലോകത്തിലെ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാമാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ്, 4096.7 കിലോമീറ്റർ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരയതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ.
അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്, 9 സംസ്ഥാനങ്ങളുമായി. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാൻ. പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ്. ഇന്ത്യയിലെ പട്ടികവർഗ ശതമാനം 8.6%. പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. അടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മിസോറാം. വർഗക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഏറ്റവും കൂടുതൽ അംഗവൈകല്യമുള്ളവരുടെ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ അംഗവൈകല്യമുള്ളവരുടെ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളർ, കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് ഗോർസാപ്പോ വെള്ളച്ചാട്ടം, കർണാടക. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ആരാവല്ലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ, മൗണ്ട് കേറ്റു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ, മൗണ്ട് കേറ്റു ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി കാഞ്ചൻജംഗ, സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി വരുന്നത് ഗംഗയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും നീളം കൂടിയ നദി സിന്ധുവാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര. ഇന്ത്യൻ പ്രാദേശിക സമയരേഖ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഇന്ത്യൻ പ്രാദേശിക സമയരേഖ കടന്നു പോകുന്ന ഇന്ത്യൻ പ്രദേശം അലഹബാദ്, ഉത്തർപ്രദേശ്. ഇന്ത്യൻ പ്രാദേശിക സമയം കണക്ക് കൂട്ടുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന പട്ടണം മിർസാപൂർ, അലഹബാദ്. ഉത്തരയാന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഭൂമിയിലൂടെ കടന്നു പോകുന്ന ഭൂമിശാസ്ത്ര രേഖ ഉത്തരയാന രേഖ. സമുദ്രതീരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 9. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ പ്രധാന കാലാവസ്ഥ ഉഷ്ണമേഖലാ മൺസൂൺ. ഇന്ത്യയിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ആകെ ഔദ്യോഗിക ഭാഷകൾ 22. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ തമിഴ്, തെലുങ്ക്. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകൾ 9. ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകൾ 17.